പ്രിയമുള്ളവരെ, ഞാൻ ഫാദർ ജിബി ജോസഫ് പ്ലാന്തോട്ടം. ശ്രീ സന്ദീപ് താമരപ്പള്ളിയുടെ ഒരു വോയിസ് കേട്ടപ്പോൾ അതിൽ ചില വ്യക്തത കുറവുകളും വാസ്തവവിരുദ്ധമായ ചില കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിനാലാണ് ഇപ്രകാരം ഒരു വെളിപ്പെടുത്തലിന് ഞാൻ തയ്യാറായത്. 2013 ഭേദഗതി ചെയ്യപ്പെട്ടത്, ഭരണഘടനാ ഭേദഗതി ചെയ്യപ്പെടുമ്പോൾ അന്നത്തെ ക്നാനായ കമ്മിറ്റിയിൽ ഞാനും ഒരു അംഗമായിരുന്നു. ആദ്യം ക്നാനായ കമ്മിറ്റി ഐകകണ്ഠ്യേനയാണ് ഭേദഗതികൾ പാസ്സാക്കിയത്. എന്നാൽ ക്നാനായ അസോസിയേഷനിൽ വന്നപ്പോൾ ഒരു അനുരഞ്ജന സമിതിയെ തിരഞ്ഞെടുക്കണമെന്നുള്ളതായ തീരുമാനം വരികയും അതിൻ്റെ വെളിച്ചത്തിൽ ഒരു അനുരഞ്ജന സമിതി, ഏകദേശം 30ഓളം അംഗങ്ങൾ അടങ്ങുന്നതായ ഒരു അനുരഞ്ജന സമിതി ഭരണഘടനാ ഭേദഗതി നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയും അത് ഐകകണ്ഠ്യേന പാസ്സാക്കുകയും ചെയ്തു. അനുരഞ്ജന സമിതിയിൽ ചർച്ചകളുടെ അവസാന ഭാഗത്ത് വകുപ്പ് 82 സന്ദീപ് വിയോജിപ്പ് രേഖപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്. ഞാനും മറ്റൊരു വകുപ്പിന് എൻ്റെതായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ചർച്ചകളെല്ലാം അവസാനിക്കാറായപ്പോൾ ശ്രീ തമ്പാൻ തോമസ് പറഞ്ഞത് പ്രകാരം ഞാനും സന്ദീപും ഞങ്ങൾ രണ്ടുപേരുടെയും വിയോജിപ്പുകളെ പിൻവലിച്ച് ഐകകണ്ഠ്യേനയാണ് അനുരഞ്ജന സമിതി ഭരണഘടനാ ഭേദഗതികൾ ക്നാനായ അസോസിയേഷനിലേക്ക് കൊണ്ടുവന്നത്. ക്നാനായ കമ്മിറ്റി അതിന് മുൻപ് കൊണ്ടുവന്നപ്പോഴും ഐകകണ്ഠ്യേനയായിരുന്നു. ഈ രണ്ട് സന്ദർഭത്തിലും ഐകകണ്ഠ്യേന പാസ്സാക്കിയപ്പോൾ അന്ന് വിയോജിപ്പുണ്ടായിരുന്നു, രേഖപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു എന്ന് സന്ദീപ് ഇപ്പോൾ പറയുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. മറ്റൊരു കാര്യം, 2003 ഭരണഘടനയുടെ 82 വകുപ്പ് പ്രകാരം സഹായ മെത്രാപ്പൊലീത്തന്മാർക്ക് ചുമതലകൾ അസോസിയേഷൻ കൂടി നിശ്ചയിച്ച് നൽകിയാൽ മതിയെന്നും അതിന് ഭരണഘടനാ ഭേദഗതികളെ ആവശ്യമില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അഭിവന്ദനായ ഗ്രിഗോർ തിരുമേനി മെത്രാപ്പൊലീത്തയായതിനു ശേഷം ബഹുമാനപ്പെട്ട ആര്യാട്ടച്ചൻ പ്രസിഡന്റും ശ്രീ ബാബു ജോസഫ് പാലന്തറ സെക്രട്ടറിയുമായിരുന്ന സെക്ഷനിലെ ഒരു യോഗത്തിൽ ഗ്രിഗോർ തിരുമേനിക്ക് കലിശ്ശേരി മേഖല തിരിച്ചു കൊടുത്തു ഭരണ ചുമതല ഏൽപ്പിക്കുവാന്നതിൻ്റെ ഭാഗമായി മീറ്റിങ്ങിന് തലേ ദിവസം ബഹുമാനപ്പെട്ട അന്നത്തെ ഭാരവാഹികളെ കൂടാതെ 2 മെത്രാപ്പൊലീത്തന്മാരെയും കൂടാതെ ജെയിംസ് ജേക്കബ് തോടത്തിൽ, അനിൽ കെ തോമസ് കൊന്നക്കൽ എന്നീ വൈദികരുൾപ്പെടുന്നതായ ഒരു സംഘം ചർച്ചകൾ നടത്തുകയും ധാരണകൾ എത്തിച്ചേരുകയും രാത്രി വളരെ ലേറ്റായിട്ട് ധാരണകൾ എത്തിച്ചേരുകയും ആ ധാരണകൾ ക്നാനായ അസോസിയേഷനിൽ അവതരിപ്പിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ സേവ്യർ തിരുമേനി പിന്നീട് അത് അംഗീകരിക്കുവാനോ നടപ്പിലാക്കുവാനോ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് അസോസിയേഷൻ നിശ്ചയത്തിന് മുകളിലാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഭരണഘടന അനുസരിച്ച് മേഖലാ മെത്രാപ്പൊലീത്ത ഇല്ലെന്നും സഹായ മെത്രാപ്പൊലീത്ത ഉള്ളൂവെന്നും സഹായ മെത്രാപ്പൊലീത്തയ്ക്ക് അധികാരങ്ങളില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട കുളത്തറാമണ്ണിലച്ചൻ പ്രസിഡന്റായിരിക്കെ സ്കറിയ തോമസ് ട്രസ്റ്റിയും പ്രസാദ് ജോസഫ് കോയിക്കൽ സെക്രട്ടറിയുമായിരുന്ന സെക്ഷനിലെ ഭരണഘടനാ ഭേദഗതി നടത്തുവാൻ തീരുമാനിച്ചത്. ആ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് 2013 ഭരണഘടനാ ഭേദഗതി നടക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിലൊക്കെ ഈ ഭേദഗതികൾ ചർച്ച ചെയ്യുകയും ഇതിൽ ഭാഗമാക്കാവുകയും ചെയ്തൊരു വ്യക്തിയാണ് സന്ദീപ്. അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ അല്ല, അസോസിയേഷൻ നിശ്ചയത്തിലൂടെ മെത്രാപ്പൊലീത്തയാണ് സഹായ മെത്രാപ്പൊലീത്തന്മാർക്ക് ചുമതലകൾ നൽകേണ്ടതെന്ന്. അതാണ് സഭയുടെ രീതിയെന്ന്. എന്നാൽ അപ്രകാരം ചെയ്തിട്ട് അതിനെ സേവ്യർ തിരുമേനി അംഗീകരിക്കാതെ വന്നപ്പോൾ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ള വാദഗതികൾ നിമിത്തമാണ് പിന്നീട് ഭരണഘടനാ ഭേദഗതി ചെയ്യേണ്ടി വന്നത്. ആ ഭേദഗതിയിൽ പോലും സന്ദീപ് പറയുന്ന പോലെ അദ്ദേഹം വളരെ സജീവമായിട്ട് പങ്കെടുത്തയാളാണ്. അന്ന് ഈ ഭാഗം പറയാതിരുന്ന വ്യക്തി ഇപ്പോൾ പറയുന്നു ഭരണഘടനാ ഭേദഗതി അല്ല, അസോസിയേഷൻ തീരുമാനം മാത്രം മതിയായിരുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
3 ഭരണഘടനയിൽ മേഖലകൾ തിരിച്ചോ മേഖലാ മെത്രാപ്പൊലിത്തന്മാരായിട്ടോ ചുമതലകളോ നൽകാതിരുന്നതിനാലാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ സേവ്യർ തിരുമേനി ആവശ്യപ്പെട്ട പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടേണ്ടത് വന്നതെന്നുള്ളത് ഒരു സത്യമാണ്. പിന്നെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അവരമ്മായിപ്പനും മരുമകനും തമ്മിലുള്ളതായ കാര്യങ്ങളാണ്. അതേക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഒരു കാര്യം പറയാം, ഇവർ രണ്ടുപേരും ഒരേ വള്ളത്തിൽ ഒരേ ലക്ഷ്യത്തിൽ ഒരുപോലെ തുഴഞ്ഞു വന്നവർ തന്നെയാണ്. ഇപ്പോൾ എന്താണെന്നറിയാൻ വല്ല ധാരണ പെശകൾ ഉണ്ടായി കാണുമായിരിക്കും. ഏതായാലും രണ്ടുപേരും തുഴയുന്നുണ്ട്. ലക്ഷ്യം ഒന്ന് തന്നെ ആയിരിക്കണം. തുഴയുന്നത് 2 രീതിയിലായിരിക്കണം. ഏതായാലും അത് അവരുടെ വിഷയമാണ്. കള്ളനും പോലീസും കളിയെന്നോ ചക്കുളത്തി കളിയെന്നോ ഒക്കെ അതിനെ ആർക്ക് വേണേലും വ്യാഖ്യാനിക്കാമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് ഇപ്പോഴും രേഖപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് പറയുന്നത് അതിന് പ്രസക്തിയില്ല. അത് അദ്ദേഹം പിൻവലിച്ചതാണ്. ഐക്യകണ്ഠ്യേനയാണ് പാസ്സാക്കിയത്. അതുപോലെ തന്നെ 82-ാം വകുപ്പ് അനുസരിച്ച് അസോസിയേഷൻ നിശ്ചയിച്ചിട്ട് അത് നടപ്പിലാക്കുവാനായിട്ടോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ സേവ്യർ തിരുമേനി സന്നദ്ധനാകാതെ വന്നപ്പോഴാണ് ഭരണഘടനാ ഭേദഗതി തന്നെ കൊണ്ടുവന്ന് 2013 ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ സഹായ മെത്രാപ്പൊലീത്തന്മാർക്ക് ചുമതലകൾ നൽകിയതെന്നുള്ള വസ്തുതയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. താങ്ക് യു.